നമ്മുടെ കേന്ദ്രമന്ത്രി അത്താവാല പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ CPI-നെയും ഒക്കെ ക്ഷണിച്ചിരിക്കുകയാണ് BJP-യിലെ. അവർക്ക് ആരെയും ക്ഷണിക്കാം. കോൺഗ്രസ്സുകാർ പാലാട്ടിക്കൊണ്ട് BJP-യിൽ പോകുന്നത് പോലെയുള്ളതല്ല ഇടതുപക്ഷം. ഇന്നിപ്പോൾ BJP-യുടെ നേതൃത്വത്തിലുള്ള മഹാഭൂരിപക്ഷവും കോൺഗ്രസിൽ നിന്ന് BJP-യിൽ എത്തിയവരാണ്. യഥാർത്ഥത്തിൽ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാത്തതാണ് കോൺഗ്രസിൻ്റെ പരാജയം. അതുകൊണ്ടുകൂടിയാണ് BJP-യുടെ നേതൃനിരയിൽ നിരവധി കോൺഗ്രസ്സുകാരെത്തിയത്. BJP-യെ വളർത്തിയത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ വർഗീയതയുമായി ഇടതുപക്ഷത്തിൻ്റെ മേൽ ബന്ധം ആരോപിക്കുന്നതിൽ പച്ചക്കള്ളം പറയുന്നതിന് ഒരു മടിയും ഇല്ലാത്ത ആളായി KM ഷാജി മാറി. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, തലശ്ശേരി കലാപത്തിൻ്റെ സൂത്രധാരൻ പിണറായി വിജയനാണെന്ന്. തലശ്ശേരി കലാപം ബോധപൂർവം അന്ന് ജനസംഘം സൃഷ്ടിച്ച ഒന്നാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഘോഷയാത്ര റൂട്ട് മാറ്റി ജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അങ്ങനെ സംഘടിപ്പിച്ച ഘോഷയാത്രയ്ക്ക് നേരെ നൂർജഹാൻ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ചെരിപ്പെറിഞ്ഞു എന്ന കള്ളക്കഥയുണ്ടാക്കി കലാപത്തിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. അതിലൊന്നാണ് മുസ്ലിം സ്ത്രീകളുടെ നേരെ അക്രമം നടന്നു എന്നും അതിനെ തുടർന്ന് മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളുടെ വസ്ത്രം ഉരിഞ്ഞു എന്നും മറ്റുമുള്ള പ്രചാരവേല. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് കലാപം അമർച്ച ചെയ്യാൻ വേണ്ടി, മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ൻ്റെ പ്രവർത്തകരായിരുന്നു. EMS അടക്കമുള്ള നേതാക്കൾ അവിടെ ഓടിയെത്തി. എന്നാൽ അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി കൂടിയായ, ആഭ്യന്തര മന്ത്രി കൂടിയായ K. കരുണാകരൻ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ കലാപം അവസാനിപ്പിക്കാൻ മതസൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊണ്ട CPM-ൻ്റെ നേതാവിനെ, പിണറായി വിജയനെ, ഷാജി അവതരിപ്പിച്ചത് കലാപത്തിൻ്റെ സൂത്രധാരനായിട്ടാണ്. ഒരിടത്തുപോലും ഒരു FIR-ലും ആ തലശ്ശേരി കലാപം നടന്ന സ്ഥലങ്ങളിൽ ഒരിടത്തും CPM-ൻ്റെ ഒരു പ്രവർത്തകരുടെ പേരും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായി കമ്മീഷൻ വിവരിക്കുന്നുണ്ട്. മാത്രമല്ല, പിണറായി പഞ്ചായത്തിൻ്റെ അതിർത്തിയായ ഉമ്മൻചിറയിൽ CPM-ൻ്റെ പ്രവർത്തകനായ VM വേലായുധൻ നമ്പ്യാർ അടക്കമുള്ളവരെ പോലീസ് പിടികൂടിയപ്പോൾ അവിടെയുണ്ടായ മുസ്ലിം സ്ത്രീകൾ രംഗത്ത് വന്ന് പോലീസിനോട് പറഞ്ഞു, ഇവരാണ് ഞങ്ങളെ രക്ഷിച്ചത്. അന്ന് ജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വീടുകൾ കൊള്ളയടിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. അതിനെ തടയുകയാണ് CPM-ൻ്റെ പ്രവർത്തകർ ചെയ്തത്. ഇതാണ് തലശ്ശേരി കലാപത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ അനുഭവം. തലശ്ശേരി കലാപത്തിന് ഇരയായ, വീട്ടിൽ അക്രമം നടത്തിയ, കൊള്ള ചെയ്ത നിരവധി മുസ്ലിം സഹോദരങ്ങൾ അക്കാര്യം കമ്മീഷന് മുമ്പായി വ്യക്തമാക്കി. അന്ന് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ UDF സർക്കാരിൻ്റെ നിലപാടുകൾ മൂലം
കമ്മീഷനുമായി CPM സഹകരിച്ചിരുന്നില്ല. എന്നിട്ട് പോലും കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ 92-ാം പേജിൽ കമ്മീഷൻ പറയുന്നത് ഒരൊറ്റ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമേ കലാപം അവസാനിപ്പിക്കാനും സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ പാർട്ടി CPIM ആണ്. കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് മാർക്സിസ്റ്റ് വർക്കേഴ്സ് എന്നാണ്. അതാണ് അനുഭവം. എന്നിട്ടാണ് പച്ചക്കള്ളം ഷാജി പ്രസംഗിച്ച് നടക്കുന്നത്. അന്ന് CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. ആത്മത്യാഗം സഹിച്ചും മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും രംഗത്തിറങ്ങണം. ഇതായിരുന്നു CPIM അന്ന് നടത്തിയിട്ടുള്ള ആഹ്വാനം. ആ ആഹ്വാനം ചെവികൊണ്ടാണ് ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയത്. അതാണ് പെരുവമ്പായി പള്ളി സംരക്ഷിക്കാൻ കാവൽ കിടന്ന UK കുഞ്ഞിരാമനെ കൊല്ലാൻ വേണ്ടി RSSനെ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ RSSകാരെ പള്ളി തകർക്കുമായിരുന്നു. മുഴപ്പിലങ്ങാടും വിവിധ പ്രദേശങ്ങളിലും ഇതേ രീതിയിൽ പള്ളിക്ക് നേരെ അക്രമം നടത്താൻ വേണ്ടി RSSകാർ പോയിരുന്നു. അതെല്ലാം തടഞ്ഞത് CPIM-ൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് ചരിത്രവിരുദ്ധമായ ഒരു പ്രസംഗമാണ് ഷാജി നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, UDF കേരളത്തിൽ ഭരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടായത്.